ഹലോ ഹായ് നമസ്കാരം. പൊടിയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു നല്ല പുളിയുള്ള റംബൂട്ടാനായിരുന്നു, അതുകൊണ്ട് കുറച്ച് മോരുകറി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മളിവിടെ റംബൂട്ടാനൊക്കെ തൊലി കളഞ്ഞെടുക്കുക. ദേഹത്ത് മുടിയുള്ളൊരു പഴം ഉണ്ടല്ലോ, അപ്പം നമ്മൾ കുഞ്ഞൂട്ടനെയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന റംബൂട്ടാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിക്കാം. ഇതിനിടയ്ക്ക് ഒരു 2-3 ചെറിയ ഉള്ളി കൂടെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിന് ആദ്യമായിട്ട് വേണ്ടത് ജീരകം, കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, 2 ചെറിയ ഉള്ളി, നല്ല എരിവുള്ള മുളക്, അതായത് എനിക്ക് കാന്താരി മുളക് ഉള്ളതുകൊണ്ട് ഞാൻ അതിട്ടു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സിയിലെ ജാറിലിട്ട് അരച്ച് എടുക്കുക. ശേഷം ഇത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞതിന് ശേഷം ആ അരപ്പ് ഈ മിക്സിയിലോട്ട് ചേർക്കുക. അരപ്പൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ഒഴിക്കാം. തൈര് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അരപ്പ് അധികം തിളപ്പിക്കേണ്ട കാര്യമില്ല, ചെറിയൊരു ചൂട് മതി. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കടുക് വറുത്ത് അതിൻ്റെ മീതെ ഒഴിക്കാം. ഇത്രയേ ഉള്ളൂ. ഇത്ര ചെയ്യുമ്പോൾ തന്നെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കടുക് വറുക്കാണ്. കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ടു, ചെറിയ ഉള്ളി ഇട്ടു, വറ്റൽമുളക്, ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കടുക് വറുക്കണം. അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കുറച്ച് മുളക് പൊടി. ആ മുളക് പൊടിയും കൂടെ ഒന്ന് ആ ചൂടിൽ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട്, അതായത് പിന്നെ തീ ഇടേണ്ട ആവശ്യമില്ല, ആ എണ്ണയുടെ ചൂടിൽ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ ചുറ്റിനും ഒന്ന് തളിച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പം എന്താ മോനെ ഭംഗി, അടിപൊളിയാണ്. നമുക്ക് ഈ ഒരു കറി മാത്രം മതി ചോറിനോട് കഴിക്കാൻ. അപ്പോൾ റംബൂട്ടാൻ്റെ സീസൺ കഴിയാറായി. വീട്ടിലുള്ളവരും വാങ്ങി ഉപയോഗിക്കുന്നവർക്കും ഒക്കെ ഒന്നുണ്ടാക്കി നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ടാറ്റാ.